തെക്കേ മുറിച്ചുള്ളതാണ്. പിന്നീട് ആയാവറ വലിയവാഞ്ചിയാങ്കിൽ അതിന്റെ 6ാമത്തെ എഡിഷൻ 2015 സെപ്റ്റംബർ മാസം 16-ാം തീയതി ഉളിമുത്തി. 2016 ജൂലൈ മാസം 6-ാം തീയതി നീരണിഞ്ഞു. ഉമാ മഹേശ്വരന്റെ ദേശാവതാരം മത്സരം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളത്തുള്ളികൾ ചീറ്റിത്തെറിക്കുന്ന കാഴ്ച, അമര പങ്കാളികൾ കുടച്ചക്രം പോലെ കോരിയെറിയുന്ന കാഴ്ച, കണ്ടുവരക്കൽ ബോട്ട് പിന്നെ വലിയത് വാങ്ങി എന്റെ വലിയത് വാങ്ങി ഒന്ന് കടന്നു വരൂ. ആനാരിക്ക് ചരിത്രമുണ്ട്. 1958 ചങ്ങനാരി പത്മനാഭനാചാര്യ നിർമ്മിച്ച വള്ളം. ഇപ്പോഴത്തെ വള്ളം 3ാമത്തെ എഡിഷൻ 2010 ഉമാ മഹേശ്വരന്റെ വള്ളം. 2012 കൊല്ലം ജീസസ് ഫോർട്ടും നെഹ്റു ട്രോഫിയിൽ റണ്ണറപ്പായ വള്ളം. പ്രസിഡന്റ് ട്രോഫി 2014 നേടിയ വള്ളമാണ് ആനാരി. അങ്ങനെ വായ്പാട്ടും കരുവാറ്റയിലും പിറവത്തും കരുവാറ്റയിലും ഹാട്രിക്കിലിട്ടത് 2012 7 ജയങ്ങൾ നേടിയ ആനാരി വരികയാണ്. ആരുടെ കരുത്തിലാണ്? ഗോപിനാഥൻ ഉണ്ണിത്താൻ ക്യാപ്റ്റൻ, മയൂരം ആനാരി ബോട്ടം. അങ്ങനെയെങ്കിൽ 3ാം ട്രാക്കിലുള്ള സെയിന്റ് ജോർജ്, നമുക്കറിയാം 37 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ യൂണിയൻ ഉടമസ്ഥയുടെ വള്ളമാണ് സെയിന്റ് ജോസഫ് ബോട്ടം. കായപ്പുറമാണ്. 1957 ചങ്ങനാരി പത്മനാഭനാചാര്യ നിർമ്മിച്ച വള്ളം. ഈ ഇപ്പോഴത്തെ വള്ളം ചങ്ങനാരി വേണുവാചാര്യ നിർമ്മിച്ചു. എടത്തുവ ചങ്ങനാരിയിലെ 37 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഉടമസ്ഥയുടെ വള്ളം. യുണൈറ്റഡ് ബോട്ട് ഓഫ് കൈകരി. ഇപ്പോഴത്തെ വള്ളമല്ല, പഴയ വള്ളത്തിൽ നടുക്കത്തെ 2ാം ട്രാക്കിലൂടെ വരുന്ന ആനാരിയാണോ അല്പം മുൻപിലേക്ക് കുതിക്കുന്നത്? ഇല്ല, 1ാം ട്രാക്കിലെ വലിയ ദിവാൻജി അവന് വിടാൻ സാധിക്കില്ല. 1979 രവി പ്രകാശ് കുട്ടൻ ക്യാപ്റ്റനായി UBC കൈകരി വിജയിപ്പിച്ച ആയാവർക്ക് വലിയ ദിവാൻജി അല്പം മുന്നിലാണ്. 2ാം ട്രാക്കിലെ ആനാരി തന്നെ. ആനാരി പിടിവിടുന്നില്ല. കരുവാറ്റയിൽ 68, 69 അടികൾ, 89, 99, 2011, 12, 13, 14 അങ്ങനെ 8 വർഷം കരുവാറ്റ ട്രോഫി നേടിയ ആനാരി വരികയാണ്. ആനാരി കരക്കാരുടെ സ്വപ്നനാഗം വരികയാണ്. 3ാം ട്രാക്കിലൂടെ സെയിന്റ് ജോർജ് വള്ളം എടുത്തുവെക്കുന്നതാണ്. നമ്മുടെ ഈ ഫിനിഷിംഗ് പോയിന്റ് 3ാം നമ്പർ കുറ്റിയുടെ അപ്പുറത്ത് കിടക്കുന്ന ആളുകളെ മാറിക്കൊടുക്കണം. നമുക്കിവിടെ ക്യാമറ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വള്ളങ്ങൾ ഇച്ചിരി സെന്റോട്ട് മാറണേ. അതിൽ കിടക്കുന്ന വള്ളങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ 1ാം ട്രാക്കിൽ 2ാം ട്രാക്കിന്റെ മുന്നിൽ 1ാം ട്രാക്കിലെ വെള്ളം വഴിദിവാഞ്ചിയാണോ? വഴിദിവാഞ്ചി നെഹ്റു ട്രോഫിയിൽ ചങ്ങനാശ്ശേരി കോർട്ട് വരികയാണ്. ഇവിടെ ആനാരിക്ക് ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നെഹ്റു ട്രോഫിയിൽ നേട്ടമില്ല, പക്ഷേ 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രോഫി 2014 നേടിയ ആനാരി അല്പം പിന്നിലേക്കാണ് പോകുന്നത്. ഇല്ല, സുന്ദരമായ മത്സരത്തിന് ഇവിടെ വേദി വരുമ്പോൾ എന്റെ സെന്റ് ജോർജ് ഒന്ന് കുതിച്ച് സിജോ വർഗീസ് സെക്കേഡും 2019 ക്യാപ്റ്റനായി ഇവിടെ പ്രളാത്തരത്തെ കൊണ്ട് തുടങ്ങി ഇവിടെ ഫൈനലിൽ കപ്പടിപ്പിച്ചതാണ്. അന്ന് NCDC മാരക ഭൂമി വന്നെങ്കിലും ഇവിടെ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല. ഇന്നിവിടെ പ്രളാത്തരത്തി ബോട്ടും വരാത്തതിന്റെ സങ്കടത്തിലൊക്കെയാണ് ഞങ്ങൾ. ഇവിടെ 28-ാം തീയതി നെഹ്റു ട്രോഫി ജനങ്ങളിലേക്ക് ആനാരി ഇങ്ങനെ തന്നെ കുതിക്കും. അവരുടെ തൊഴിലിന്റെ ശൈലിയാണ് കാണിക്കുന്നത്. സുന്ദരമായ രീതിയിൽ ശരം വിട്ടതുപോലെ അവരങ്ങനെ രാമവാണി യുദ്ധം പോലെ അവർ വരികയാണ്. വാണി സുഗ്രീവ യുദ്ധം പോലെ ഇല്ല, ഒരു പോരാട്ടം നടത്തുവാനായിട്ട് ആനാരിക്ക് കഴിയുന്നില്ല. ആനാരി അരവള്ളപ്പാടെങ്കിലും പിന്നിലേക്ക് പോയോ? ഇല്ല, വലിയ വാങ്ങി സൂര്യപ്രഭയിൽ നിന്റെ വർണ്ണനകൾ കണ്ടു. സൂര്യപ്രഭയിൽ നീ ജ്വലിക്കുകയാണ് എന്ന രാധാകൃഷ്ണദാസിന്റെ നാമധേയത്തെ അനുസരിക്കുന്ന വലിയ വാങ്ങി അരവള്ളപ്പാടെങ്കിലും തട്ടം പഠിച്ച് കുട്ടാട് ഭാഷ തട്ടം പഠിച്ച് മുന്നിലേക്ക് കുടയ്ക്കുന്ന ആയാപറമ്പ് വലിയ വാങ്ങിയുടെ 3 പങ്കായക്കാർ ഊരിയെറിയുന്നു. ഇതാ 4ാമത്തെ പങ്കായക്കാരെ പിടിക്കുന്നു. 5 പേര് ഊരിയെറിഞ്ഞ് ഫിനിഷിംഗ് ടച്ചിലേക്ക് വള്ളം കൊടുക്കുന്നു. ആയാപറമ്പ് വലിയ വാങ്ങി 1ാം ട്രാക്കിലൂടെ കുര്യൻ കോശിക്ക് യൂസേഴ്സിലേക്ക് വിജയിച്ചോ ഇല്ലയോ അതൊക്കെ ജഡ്ജസ് പറഞ്ഞുകൊള്ളും. ആനാരിയും അവരും 2ാം ട്രാക്കിലൂടെ കണ്ടുപോകുമ്പോൾ ഇതാ സെയിന്റ് ജോർജ് മഞ്ഞക്കിളികളെ ഓർമ്മിക്കുന്നില്ലേ? 1960 ഷോട്ട് വള്ളത്തിൽ വന്നപ്പോഴാണ് മഞ്ഞക്കിളികൾ മറക്കുന്നു. 5 കൊമ്പൻ വീശക്കാരുടെ വള്ളമൊക്കെ അത് ഈ വെപ്പിന്റെ ചരിത്രത്തിൽ പറയണം. പക്ഷെ മഞ്ഞക്കിളികൾ സെയിന്റ് ജോർജ് വള്ളത്തിൽ മഞ്ഞ അവര് 3ാം ട്രാക്കിലൂടെ കണ്ടുപോകുമ്പോൾ ഓവർ ടു കിഷോർ ലാൽ.